മന്ത്ലി അനാലിസിസ് എവിടെ 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 ഇവിടെ. യെസ്, 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിൽമി ടോക്സ് മന്ത്ലി മൂവി അനാലിസിസ് ഈസ് ബാക്ക്. അപ്പൊ തുടങ്ങാം. 2026 ജനുവരി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപ്പോടെ മാസമായിരുന്നു. പുറത്തെ കാലാവസ്ഥ പോലെ തന്നെ തണുപ്പം മട്ടായിരുന്നു തിയേറ്ററുകളിൽ. ജനുവരി മാസം മൊത്തം 13 സിനിമകൾ റിലീസായി. അതില് എത്ര എണ്ണം വിജയമായി, എങ്ങനെ ഫ്ലോപ്പായി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വരാം. നായികയും നായകനും സംവിധായകനും എല്ലാം കൂടി ഒരു പബ്ലിക് സ്റ്റേജിൽ നിന്ന് ലൈവായി അപ്പം ചുട്ട് അനൗൺസ് ചെയ്തൊരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ തരം മാർക്കറ്റിംഗ് ആണല്ലേ. വർഷങ്ങൾ പെട്ടിയിലിരുന്ന റോമയുടെ തിരിച്ചുവരവെന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട പടം വെള്ളയപ്പം 2026 ആദ്യ തിയേറ്റർ റിലീസ്. നൂറിനും അക്ഷയും അപ്പം ചുട്ടത് 2019 പടം റിലീസായത് 2026 ജനുവരിയിലായിരുന്നു. ഒരു പുതുമുഖ സംവിധായകന്റെ പുതിയ ആളുകളെ വെച്ചുള്ള ഒരു പടമല്ലേ, പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാവണം ഭാവങ്ങൾ. എന്തായാലും പടം തിയേറ്ററിൽ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷേ അപ്പം വിറ്റ് കിട്ടുന്ന കാശ് പോലും ഉണ്ടാക്കാതെ റോമ തിരിച്ചു വന്ന പോലെ തന്നെ തിരിച്ചും പോയി. നല്ല ചൂടപ്പല്ലേ, നല്ലോണം വിറ്റ് പോകും. ജനുവരി മാസത്തെ ആദ്യത്തെ ഒരു മേജർ റിലീസ് എന്ന് പറയാവുന്നത് നിഖില വിമലിന്റെ പെണ്ണ് കേസായിരുന്നു. നല്ല പ്രൊമോഷൻ ഒക്കെ കൊടുത്ത് അത്യാവശ്യം ഹൈപ്പോടെ തന്നെയാണ് പടം തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ആള് കയറിയ പടം പതിയെ ഡ്രോപ്പ് ആയി തുടങ്ങി. പോസിറ്റീവ് വന്നാൽ കൺഫേം ഹിറ്റ് എന്ന് ഉറപ്പിച്ച് വന്ന പടത്തിന് പക്ഷേ പ്രതീക്ഷിച്ചത്ര പോസിറ്റീവ് റെസ്പോൺസസ് അല്ല തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത്. കേമോ എന്ന് പറഞ്ഞാൽ പോരാ, തോൽവിയുടെ പടുകുഴി. തീരെ മോശമൊന്നും അല്ലെങ്കിലും മിക്സഡ് റെസ്പോൺസും വെച്ച് ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയ്ക്ക് ഇവിടെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും? സോ ഒബ്വിയസ്ലി പടം ഫ്ലോപ്പായി. അതിനുശേഷം വന്നൊരു മേജർ റിലീസായിരുന്നു ചത്താപ്പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വൈശാഖ് നായർ എന്ന് തുടങ്ങി നീണ്ടൊരു കാസ്റ്റിംഗിൽ വന്ന സിനിമ. പടം അനൗൺസ് ചെയ്തത് മുതൽ തന്നെ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വരുന്നു എന്ന അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ പടത്തിന്റെ ട്രെയിലർ വന്നു. ട്രെയിലർ എന്ന് വെച്ചാൽ നല്ല അടാർ ഇടിവെട്ട് ട്രെയിലർ. അത് കണ്ട പടം തിയേറ്ററിൽ പോയി കണ്ടിരിക്കുമെന്ന് ഏതൊരു സിനിമാ പ്രേമിയും മനസ്സിൽ ഉറപ്പിക്കും. അമ്മാതിരി തീപ്പൊരി ഐറ്റം ആയിരുന്നു ട്രെയിലർ. പിന്നെ മമ്മൂക്കയുടെ ഗസ്റ്റ് റോളും. ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന നിലയിലാണ് ചത്താപ്പച്ച തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതും ലാലേട്ടന്റെ നേരിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രൊമോഷൻ ഉൾപ്പെടെ. ഈ ടീമിന്റെ കൂടെ ഞാനും ഉണ്ട് ഞെക്കടാ. പക്ഷേ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആകുമെന്ന് കരുതിയിരുന്നത് എന്താണോ അത് സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവായി മാറിയ ദയനീയമായ കാഴ്ചയായിരുന്നു തിയേറ്ററുകളിൽ. വേറൊന്നുമല്ല, മമ്മൂക്ക തന്നെ. ഗംഭീര ഫസ്റ്റ് ഹാഫും മമ്മൂക്ക വരുന്നതോടുകൂടി ഡൗൺ ആവുന്ന സെക്കൻഡ് ഹാഫും ഒരു അണഞ്ഞ ക്ലൈമാക്സും. ഇതാണ് സിനിമയെക്കുറിച്ച് വന്ന പൊതു അഭിപ്രായം. മമ്മൂക്കയുടെ സ്ലാങ് ആണ് പ്രശ്നമായത്, ഡയലോഗുകൾ മോശമായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു. പക്ഷേ അതൊന്നും തന്റെ കുഴപ്പം കൊണ്ടല്ല. സിനിമയുടെ സംവിധായകൻ എന്തു പറഞ്ഞോ അതുപോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പബ്ലിക്കായി പറഞ്ഞു മമ്മൂക്ക. അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു, അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വം. എല്ലാവരുടെ തലയിൽ വെച്ചിട്ട് പുള്ളി നൈസായിട്ട് കൈ ഒഴിഞ്ഞു. മമ്മൂക്കയുടെ ആ സ്റ്റേറ്റ്മെന്റും സിനിമയെ നെഗറ്റീവായി ബാധിച്ചു എന്ന് വേണം കരുതാൻ. ആദ്യ ദിനങ്ങളിൽ വന്ന കളക്ഷൻ പിന്നീട് ഇങ്ങനെ കുത്തനെ താഴേക്ക് പോകുന്നൊരു കാഴ്ചയാണ് പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ കണ്ടത്. ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷകളുമായി വന്ന സിനിമ അങ്ങനെ ജസ്റ്റ് ഒരു ഹിറ്റിലൊതുങ്ങി. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ചത്താപ്പച്ചയുടെ തൊട്ടടുത്ത ദിവസം 2 മേജർ റിലീസുകൾ ഉണ്ടായിരുന്നു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന വമ്പൻ ഹിറ്റിന് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണൻ നാദിർഷ ടീം ഒന്നിക്കുന്ന മാജിക് മഷ്റൂംസ്. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രതീക്ഷയുള്ള ഒരു സംവിധായകനായിരുന്നു കേട്ടോ നാദിർഷ. പക്ഷേ ആളുടെ ഫിലിമോഗ്രഫി എടുത്തു നോക്കിയാൽ അത് പിള്ളേച്ചന്റെ തോട്ടത്തിലെ പടവലങ്ങ പോലെ താഴോട്ടാണ് വളർച്ച. അമർ അക്ബർ അന്തോണി എന്ന ബ്ലോക്ക് ബസ്റ്റർ, പിന്നാലെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. മേരാനാം ഷാജി ഫ്ലോപ്പ് ഒക്കെ ഒരാൾക്ക് ഇപ്പോൾ എല്ലാ പടവും ഒന്നും ഹിറ്റ് ആക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല, അടുത്ത പടത്തിൽ സെറ്റ് ആകുമെന്ന് കരുതി. പിന്നെ വന്നത് കേശു ഈ വീടിന്റെ നാഥൻ.
കോവിഡ് സമയത്ത് OTT-ക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കിയെങ്കിലും പടം സഹിക്കാൻ ഇത്തിരി പാടാണ്. തിയേറ്ററിലെങ്ങാനും വന്നിരുന്നെങ്കിൽ എന്റെ പൊന്നോ ഞാൻ തൂറി എറിയും നിന്നെ. അതിനുശേഷം ജയസൂര്യ നായകനാക്കി ഈശോ. അങ്ങനെ ഒരു പടമൊക്കെ വന്നെന്ന കാര്യം പോലും പലർക്കും ഓർമ്മയുണ്ടാവില്ല. അടുത്ത് 2024 റാഫിയുടെ സ്ക്രിപ്റ്റിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നൊരു പടം ആരും അറിയാതെ വന്നുപോയി. ഇപ്പതാ മാജിക് മഷ്റൂംസ് എന്ന ഒന്നാന്തരം ഫ്ലോ. നല്ല വിഷമമുണ്ട് പുള്ളിയുടെ ഈ ഒരു ഡൗൺഫാളിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ജിത്തു ജോസഫിനെ ഓർത്തത്. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തെ അവസാന റിലീസുകളിൽ ഒന്നായി വന്ന സിനിമ വലതുവശത്തെ കള്ളൻ. പ്രൊമോഷന് വരാത്ത ബിജു മേനോനെയും പ്രൊമോഷന് വരുന്ന ജോജു ജോർജിനെയും നായകന്മാരാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ. ആ ലാസ്റ്റ് പടം അത് ഏൽപ്പിച്ച ആഘാതം ഇപ്പോഴും എന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഈ ജിത്തു ജോസഫ് തന്നെയാണോ മെമ്മറീസും ദൃശ്യവും പൂവനും ഒക്കെ എടുത്തതെന്ന് തോന്നിപ്പോയി അത് കണ്ടിട്ട്. എന്റെ പൊന്നു. എന്തായാലും അത് പോട്ടെ. ആ വമ്പൻ ഫ്ലോപ്പിന് ശേഷം 2 മാസത്തിനപ്പുറം വരാനിരിക്കുന്ന ദൃശ്യം 3ന്റെ ക്വാളിറ്റി മുൻകൂട്ടി അളക്കുന്ന ഒരു അളവുകോല് കൂടിയായിരുന്നു ജിത്തുവിന്റെ വലതുവശത്തെ കള്ളൻ. ജിത്തു ജോസഫ് എന്ന ബ്രാൻഡിലുള്ള വിശ്വാസം കൊണ്ട് ആദ്യ ദിനങ്ങളിൽ അത്യാവശ്യം ആള് കയറിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പടം പതിയെ താഴേക്ക് പോയി. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് പടം. ഇനിയിപ്പോ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. ഒരു ആവറേജ് വിജയം മാത്രമായി പടം തിയേറ്റർ വിടും. കള്ളന്റെ കൂടെ തന്നെ റിലീസായ പിള്ളേരുടെ പടമായിരുന്നു പ്രകമ്പനം. ഹൊറർ കോമഡി ജോണറിൽ വന്ന പടം വലിയ പ്രൊമോഷനോ പ്രതീക്ഷകളോ ഇല്ലാതെയാണ് തിയേറ്ററുകളിൽ എത്തിയത്. പക്ഷേ പടം കണ്ടവർക്കെല്ലാം കിടിലൻ അഭിപ്രായം. അങ്ങനെ പതിയെ പ്രകമ്പനം തിയേറ്ററുകളിൽ പ്രകമ്പനം ഉണ്ടാക്കി തുടങ്ങി. ഒരു പക്ഷേ നല്ലൊരു പ്രൊമോഷൻ റിലീസിന് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ പടം ഇതിനേക്കാൾ ഒത്തിരി ബെറ്റർ പെർഫോമൻസ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചേനെ. അടികപ്പേരെ കൂട്ടമണിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് വല്ലതും വന്നിരുന്നെങ്കിൽ ഷുവറായിട്ട് ഒരു 50 കോടി അല്ലെങ്കിൽ ഒരു 100 കോടി തന്നെ ചിലപ്പോൾ അടിച്ചേനെ പടം. കപ്പ്യാർ പോലെയോ രോമാഞ്ചം പോലെയോ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിലേക്കും സിനിമയുടെ പ്രൊമോഷൻ എത്തിയില്ല എന്നുള്ളതാണ് പ്രകമ്പനത്തിന് പറ്റിയ പാളിച്ച. യൂത്തിനിടയിൽ പടം സംസാര വിഷയമായി. അതിപ്പോൾ അവർ റീൽസിലൊക്കെ ഉള്ള താരങ്ങളൊക്കെയാണ് സിനിമയിൽ കൂടുതലുള്ളത്. അപ്പോൾ അതുവഴിയൊക്കെ യൂത്തിനിടയിൽ സംസാരമായി. പക്ഷേ ഫാമിലിയും പിള്ളേരും വരണമല്ലോ, അതിലാണല്ലോ കാര്യം. പതിയെ പിക്കപ്പായി പടം എന്തായാലും ഒരു ഹിറ്റിലേക്ക് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയിൽ വേറൊരു ഐറ്റം വന്നു. സർവം മായയുടെ ഇമ്പാക്ട് വെച്ചിട്ട് നിവിന്റെ ബൂസ്റ്റായ ഇമേജ് വെച്ച് കയറി അങ്ങ് ഹിറ്റടിക്കാമെന്ന വ്യാമോഹവുമായി ബേബിക്ക് ചാക്കോച്ചനെ വെച്ച് അനൗൺസ് ചെയ്ത പടം. പിന്നീട് നിവിൻ പോളിയെ വെച്ച് ഷൂട്ട് തുടങ്ങിയ പടം. നിവിൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് ലിസ്റ്റിൻ സ്റ്റീഫൻ വിവാദമുണ്ടാക്കിയ പടം. ഗരുഡന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്ത പടം. എന്തായാലും സർവമായ എഫക്റ്റ് ഇവിടെ പടത്തിനെ രക്ഷിച്ചൊന്നുമില്ല. എങ്കിലും ആ ഒരു ഇമ്പാക്ട് സിനിമയുടെ ആദ്യത്തെ ദിവസങ്ങളിലെ കളക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തിയേറ്ററിൽ നിന്ന് അത്ര നല്ല പ്രതികരണങ്ങൾ വരാത്തതിനെ തുടർന്ന് പതിയെ പടം വീണു. പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ സർവമായയുടെ ആ ഒരു എഫക്റ്റിൽ ഈ പടവും കയറിപ്പോയേനെ. പിന്നെ വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ സിനിമയ്ക്ക്. പെട്ടെന്ന് കയറി വന്നൊരു റിലീസല്ലേ, അതിന്റെ വിധി അങ്ങനെയുമായി. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ഇതിനിടെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ 2020 എന്നൊക്കെ പറയാവുന്ന കണിമംഗലം കോവിലകം എന്നൊരു സിനിമ റിലീസായി. പ്രകമ്പനം പോലെ തന്നെ ഹൊറർ കോമഡി ജോണർ ട്രൈ ചെയ്ത് വന്ന പടം നീളം തൊട്ടില്ല. പക്ഷെ പടം പൊട്ടും. സംഭവം അവരുടെ യൂട്യൂബ് സീരീസ് ഒക്കെ അന്ന് കണ്ടപ്പോൾ നൈസ് ആയിരുന്നു. പക്ഷെ പടം നല്ല രീതിക്ക് പാളി. പിന്നെ ക്രിസ്റ്റീന, പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം, ഒരു വയനാടൻ പ്രണയകഥ, പഴുത്, രുദ്ര, ഇങ്ങനെ ചില സിനിമകളൊക്കെ റിലീസായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ലേ. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയും. ഇനി മൂവി ഓഫ് ദ മന്ത്. എല്ലാം കൊണ്ടും മികച്ചതെന്ന് പറയാൻ പറ്റുന്ന ഒറ്റ പടം പോലും വരാത്തൊരു മാസമായിരുന്നു 2026 ജനുവരി. വന്ന ഷൊണ്ണ സിനിമകളുടെ കൂട്ടത്തിൽ ഒരു അണ്ടർ ഡോഗായി മാറി. വലിയ തള്ളിക്കയറ്റമൊന്നും ഇല്ലായിരുന്നെങ്കിലും ജോണറിനോട് നീതി പുലർത്തി നല്ലൊരു പടമായി തോന്നിയത് ഇത് മാത്രമാണ്. അവർ എന്താണോ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് അത് സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ സിനിമ. യെസ്, ഫിൽമി ടോക്സ് മൂവി ഓഫ് ദ മന്ത് പ്രകമ്പനം. അപ്പോൾ ജയറാമേട്ടന്റെ തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള ഫെബ്രുവരി മാസത്തെ അനാലിസിസുമായി മാമൻ 2-ാം തീയതി വരാം. ഓക്കെ, ബൈ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ഞാൻ വാക്ക് കൊടുത്തു പോയി.